അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ലഫീഫ് മഫ്റൂഖ് ആയിട്ടുള്ള ഫിഅലുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലഫീഫ് മഫ്റൂഖ് എന്ന് പറഞ്ഞാൽ ഒരു ഫിഅലിൻ്റെ ഫാഉ ഫിഅലും ലാമു ഫിഅലും ഇല്ലത്തിൻ്റെ അക്ഷരമായതാണെന്ന് നമുക്കറിയാം. എന്നുള്ളതുപോലെ ലഫീഫ് മഫ്റൂഖ് ആയിട്ടുള്ള ഫിഅലുകൾ അത് 3 വസ്നുകളിൽ വരുമെന്നും ആ 3 വസ്നുകളിലുമുള്ള വ്യത്യസ്ത ഫിഅലുകളുടെ ഉദാഹരണങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞുവെന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ സർഫാക്കുന്ന രൂപങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നുള്ളതുപോലെ കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലുള്ള ഫിഅലുകളിലെ മാളിയായിട്ടുള്ള വസ്ന് അത് എങ്ങനെയാണ് സർഫാക്കുന്നത്, അതിൻ്റെ നിയമങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതുപോലെ അതിനുശേഷം മുളാരി ആയിട്ടുള്ള വസ്ന് എങ്ങനെയാണ് സർഫാക്കുന്നത്, അതിൻ്റെ രൂപങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ നമ്മൾ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പഠിക്കേണ്ടതില്ല. അതായത് നാഖിസായിട്ടുള്ള ഫിഅലുകളിലുള്ള അതേ നിയമങ്ങൾ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ ഉള്ളത്. എന്നാൽ ചെറിയ ഒരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ, മുളാരി ആയിട്ടുള്ള ഫിഅലുകൾ അത് യഫ്ഇലു എന്നുള്ള വസനിലാണ് വരുന്നത് എങ്കിൽ അവിടുത്തെ ഫാഉ ഫിഅലായിട്ടുള്ള വാവ് കളയപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു വ്യത്യാസം മാറ്റി നിർത്തിയാൽ പിന്നെ മുളാരി ആയിട്ടുള്ള രൂപങ്ങളിലും മാളിയായിട്ടുള്ള രൂപങ്ങളിലും നാഖിസിൽ പഠിച്ചിട്ടുള്ള അതേ നിയമങ്ങൾ തന്നെയാണ് ലഫീഫ് മഫ്റൂഖിനും ഉള്ളത് എന്നർത്ഥം. ഓക്കെ, ഏതായാലും മാളി മുളാരി എന്നീ 2 രൂപങ്ങളും നമ്മൾ സർഫാക്കി പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് തസ്രീഫ് ഇസ്മുൽ ഫാഇലി മിൻഹു. ഓക്കെ, ലഫീഫ് മഫ്റൂഖിൽ നിന്നുള്ള ഇസ്മുൽ ഫാഇലി എങ്ങനെയാണ് സർഫാക്കുന്നത് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇസ്മു ഫാഇൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെയ്ത ആൾ, ചെയ്യുന്നവൻ എന്നൊക്കെ അർത്ഥത്തിൽ ഉണ്ടാക്കുന്ന ആ രൂപത്തെക്കുറിച്ചാണ് നമ്മൾ ഇസ്മുൽ ഫാഇൽ എന്ന് പറയാറുള്ളത്. ഓക്കെ, വഖ എന്നുള്ള ഫിഅലിൻ്റെ സംരക്ഷിച്ചു എന്നുള്ള ആ ഫിഅലിൻ്റെ ഇസ്മു ഫാഇൽ വരുന്നത് വാഖിൻ എന്നുള്ള രൂപത്തിലാണ്. സംരക്ഷിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതിനെ ഒന്ന് സർഫാക്കി നോക്കാം. വാഖിൻ, വാഖിയാനി, വാഖൂന, വാഖിയത്തുൻ, വാഖിയത്താനി, വാഖിയാത്തുൻ. ഓക്കെ, അതിൻ്റെ അർത്ഥമെല്ലാം നമുക്കറിയാം. വാഖിൻ എന്നാൽ സംരക്ഷിക്കുന്ന ഒരു പുരുഷൻ, വാഖിയാനി സംരക്ഷിക്കുന്ന 2 പുരുഷന്മാർ. ഓക്കെ, അങ്ങനെ വന്നിട്ട് വാഖിയാത്തുൻ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുന്ന പല സ്ത്രീകൾ എന്നുള്ള അർത്ഥം വരും. ഓക്കെ, ഇനി അടുത്തതായിട്ട് വജിയ യൗജ എന്നുള്ള ഫിഅലിൻ്റെ ഇസ്മു ഫാഇലാണ് പഠിക്കാനുള്ളത്. അതിനെ സർഫാക്കുന്ന രൂപമാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നു വജിയ യൗജ എന്നുള്ളതിൻ്റെ ഇസ്മു ഫാഇൽ വരുന്നത് ഫായിലുൻ എന്നുള്ള രൂപത്തിലാണ്. വജിയുൻ എന്നാണ് അത് വായിക്കാറുള്ളത് എന്ന്. ഓക്കെ, അതിനെ ഒന്ന് സർഫാക്കി നോക്കാം. വജിയുൻ, വജിയാനി, വജിയൂന, വജിയത്തുൻ, വജിയത്താനി, വജിയാത്തുൻ. ഓക്കെ, ഇവിടെ വജിയൂന എന്നുള്ളിടത്ത് ഔജിയാഉൻ എന്നുള്ള പദവും കൂടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വജിയുൻ എന്നുള്ളതിൻ്റെ ജംആയിട്ട് ഔജിയാഉൻ എന്നുള്ള പദപ്രയോഗവും കൂടി അറബികൾ ഉപയോഗിക്കാറുണ്ട് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തതായിട്ട് വലിയ എലി അല്ലെങ്കിൽ വലാ എലി, 2 രൂപത്തിലും അത് ഉപയോഗിക്കാറുണ്ട്. വലാ എലി എന്നുപയോഗിക്കുന്നതാണ് മുത്തരിദായിട്ടുള്ള ഉപയോഗം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണല്ലോ. ഏതായാലും ആ ഫിഅലിൻ്റെ ഇസ്മു ഫാഇൽ വരുന്നത് വാലിൻ എന്നുള്ള രൂപത്തിലാണ്. അതിനെ സർഫാക്കുന്ന രൂപമാണ് അതിന് താഴെയുള്ള പെട്ടിക്കോളത്തിൽ കാണുന്നത്. വാലിൻ, വാലിയാനി, വാലൂന, വാലിയത്തുൻ, വാലിയത്താനി, വാലിയാത്തുൻ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ നമ്മൾ ലഫീഫ് മഫ്റൂഖ് ആയിട്ടുള്ള ഫിഅലുകളിലെ ഇസ്മുൽ ഫാഇൽ എങ്ങനെയാണ് സർഫാക്കുന്നത് എന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് തസ്രീഫ് ഇസ്മുൽ മഫ്ഊൽ മിൻഹു. ഓക്കെ, ലഫീഫ് മഫ്റൂഖിൽ നിന്നുള്ള ഇസ്മുൽ മഫ്ഊൽ എങ്ങനെയാണ് സർഫാക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, ആദ്യമായിട്ട് വഖ എന്നുള്ള ഫിഅലിൻ്റെ ഇസ്മു മഫ്ഊൽ തന്നെയാണ്. അത് മൗഖിയുൻ എന്നുള്ള രൂപത്തിലാണ് ഉപയോഗിക്കപ്പെടാറുള്ളത്. ഓക്കെ, മൗഖിയുൻ എന്നുള്ളതിനെ ഒന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് മർമിയുൻ എന്നുള്ള രൂപത്തിൽ തന്നെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും അല്ലേ. റമ എന്നുള്ള നാഖിസായ ഫിഅലിൽ നിന്നും മർമിയുൻ എന്നുണ്ടാകുന്നത് പോലെ തന്നെയാണ് വഖ എന്നുള്ളതിൽ നിന്നും മൗഖിയുൻ എന്നുള്ള ഇസ്മു മഫ്ഊലും ഉണ്ടാകുന്നത്. അപ്പോൾ മർമിയുൻ എന്നുള്ളിടത്ത് നമ്മൾ പഠിച്ചിരുന്നു അതിൻ്റെ അസ്ല് മർമൂയുൻ എന്നാണ്. പിന്നീട് അതിൽ ഇഅ്ലാലൊക്കെ സംഭവിച്ചിട്ടാണ് അത് മർമിയുൻ എന്നാകുന്നത്. അതേ ഇഅ്ലാലുകൾ തന്നെയാണ് മൗഖിയുൻ
എന്നുള്ള ഇസ്മു മഫ്ഊലിലും സംഭവിച്ചിരിക്കുന്നത്. അതായത് മൗഖിയുൻ എന്നുള്ളതിൻ്റെ അസ്ൽ മൗഖൂയുൻ എന്നായിരിക്കും. പിന്നീട് അതിൽ ഇഅ്ലാലുകൾ സംഭവിച്ചതിന് ശേഷമാണ് മൗഖിയുൻ എന്നായിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, മൗഖിയുൻ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കപ്പെടുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊന്ന് നമുക്ക് സർഫാക്കി നോക്കാം. മൗഖിയുൻ, മൗഖിയാനി, മൗഖിയൂന, മൗഖിയത്തുൻ, മൗഖിയതാനി, മൗഖിയാത്തുൻ. ഓക്കെ, ഇനി അടുത്തത് വലാ യലി എന്നുള്ള ഫിഅലിൻ്റെ ഇസ്മു മഫ്ഊലാണ്. വേണമെങ്കിൽ വലിയ യലി എന്ന് നമുക്ക് പറയാവുന്നതാണ് അല്ലേ, ഷാദായിട്ടുള്ള ഉപയോഗപ്രകാരം. ഏതായാലും ആ ഫിഅലിൻ്റെ ഇസ്മുൽ മഫ്ഊൽ വരുന്നത് മൗലിയുൻ എന്നുള്ള രൂപത്തിലാണ്. അതൊന്ന് സർഫാക്കി നോക്കാം. മൗലിയുൻ, മൗലിയാനി, മൗലിയൂന, മൗലിയത്തുൻ, മൗലിയതാനി, മൗലിയാത്തുൻ. ഓക്കെ, ഇനി അതിനെക്കുറിച്ച് നോക്കാം. ഫൽ ഇഅ്ലാലു ഫി ഇസ്മയിൽ ഫാഇലി വൽ മഫ്ഊലി കൽ ഇഅ്ലാലി ഫി നാഖിസി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഈ ലഫീഫ് മഫ്റൂഖായിട്ടുള്ള ഫിഅലുകളിലെ ഇസ്മുൽ ഫാഇലിലും ഇസ്മുൽ മഫ്ഊലിലും ഉണ്ടാകുന്ന ഇഅ്ലാല് അത് നാഖിസ് ആയിട്ടുള്ള ഫിഅലുകളിലെ ഇസ്മുൽ ഫാഇലിലും ഇസ്മു മഫ്ഊലിലും നമ്മൾ പഠിച്ചിട്ടുള്ള അതേ ഇഅ്ലാലു തന്നെയാണ്. ഓക്കെ, ഒന്ന് നോക്കാം. ഫൽ ഇഅ്ലാലു, അപ്പോൾ മാറ്റങ്ങൾ ഫി ഇസ്മയിൽ ഫാഇലി വൽ മഫ്ഊലി, ഇസ്മു ഫാഇലിലും ഇസ്മു മഫ്ഊലിലുമുള്ള മാറ്റങ്ങൾ കൽ ഇഅ്ലാലി ഫി നാഖിസി, നാഖിസായ ഫിഅലിലെ ഇഅ്ലാല് പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് മറ്റൊരു മാറ്റം നമുക്കിതിൽ പഠിക്കാനില്ല എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇതിനോടകം നമ്മൾ ലഫീഫ് മഫ്റൂഖായിട്ടുള്ള ഫിഅലുകളിലെ ഇസ്മു ഫാഇൽ, ഇസ്മു മഫ്ഊൽ എന്നീ കാര്യങ്ങൾ കൂടി സർഫാക്കുന്നത് പഠിച്ചു. ഇനി അടുത്തത് തസ്രീഫുൽ അംറിൽ ഹാദിരി മിൻഹു. ഓക്കെ, അതായത് ലഫീഫ് മഫ്റൂഖിൽ നിന്നുള്ള അംറുൽ ഹാദിർ സർഫാക്കുന്ന രൂപമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ലഫീഫ് മഫ്റൂഖിൻ്റെ വിഷയത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അതിലുള്ള അംറ ഹാദിർ, അതായത് നീ ഒരു പുരുഷൻ ചെയ്യൂ എന്നുള്ള അർത്ഥത്തിലുള്ള അംറ് വരുന്നത് ഒരൊറ്റ അക്ഷരത്തിന്മേലാണ്. ഓക്കെ, അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം. ഒന്ന് നോക്കുക. വഖാ എന്നുള്ള ഫിഅൽ, സംരക്ഷിച്ചു എന്നുള്ള ഫിഅലിനെ അംറ് ഹാദിറാക്കിയാൽ, അതായത് നീ ഒരു പുരുഷൻ സംരക്ഷിക്കൂ എന്നുള്ള അർത്ഥത്തിലാക്കിയാൽ അത് ഖി എന്നായിട്ടാണ് മാറുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒന്ന് വിശദീകരിച്ചിരുന്നു. അതായത് ഖി എന്നുള്ളതിനെ അവിടെ തന്നെ വഖഫ് ചെയ്യുകയാണ് എങ്കിൽ അവിടെ ഖിഹ് എന്ന്, അതായത് അതിൻ്റെ അവസാനം ഒരു ഹാ കൂടി ഉച്ചരിച്ചിട്ടാണ് നമ്മളിതിനെ വഖഫ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഏതായാലും ഖി എന്നുള്ളതൊന്ന് സർഫാക്കി നോക്കാം. ഖി, ഖിയാ, ഖു, ഖി, ഖിയാ, ഖീന. ഓക്കെ, ഖി എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ സംരക്ഷിക്കൂ. ഖിയാ, നിങ്ങൾ 2 പുരുഷന്മാർ സംരക്ഷിക്കൂ. ഖു, നിങ്ങൾ പല പുരുഷന്മാർ സംരക്ഷിക്കൂ. ഖീ എന്ന് പറഞ്ഞാൽ എന്താ? നീ ഒരു സ്ത്രീ സംരക്ഷിക്കൂ എന്നാണ്. ഓക്കെ, യാ ഉൽ മുഖാത്തബത്താണ് ആ കാഫിന് ശേഷം ഇവിടെയുള്ളത്. ഖീ എന്നാണ് അത് പറയുന്നത്. ഓക്കെ, ഖീ എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ത്രീ സംരക്ഷിക്കൂ. ഖിയാ, നിങ്ങൾ 2 സ്ത്രീകൾ സംരക്ഷിക്കൂ. ഖീന എന്ന് പറഞ്ഞാലോ നിങ്ങൾ പല സ്ത്രീകൾ സംരക്ഷിക്കൂ എന്നാകും അർത്ഥം. ഓക്കെ, അതുപോലെ തന്നെയാണ് അടുത്തത് വലിയ എലി എന്നുള്ള ഫിഅലിൽ നിന്നുള്ള അംർ ഹാദിറും വരുന്നത്. ഓക്കെ, അത് വരുന്നത് ലി എന്നുള്ള രൂപത്തിലാണ്. അതിനെ വഖഫാക്കുകയാണ് എങ്കിൽ ലിഹ് എന്ന അവസാനം ഒരു ഹാ കൂടി ചേർത്തിട്ട് നമ്മൾ പറയണം. ഓക്കെ, ഒന്ന് നോക്കാം. ലിഹ്, ലിയാ, ലു, ലീ, ലിയാ, ലീന. ഓക്കെ, ഏതായാലും വഖ എന്നുള്ള ഫിഅലിൻ്റെയും വല അല്ലെങ്കിൽ വലിയ എന്നീ ഫിഅലിൻ്റെയും അംർ ഹാദിർ വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചു. അംറ ഹാദിറിലെ മുഫ്രദ് മുദക്കർ വരുന്നത് ഒരൊറ്റ അക്ഷരത്തിന്മേലാണ് അല്ലേ. ഇനി അടുത്തത് വജിയ യൗജ എന്നുള്ള ഫിഅലിൻ്റെ അംറാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച 2 ഫിഅലുകളിലും അതിൻ്റെ യഖി എന്നാണ് ഇതിൻ്റെ മുസ്തഖ്ബിൽ വരുന്നത് വഖ എന്നുള്ള ഫിഅലിൻ്റെ. വലിയ എന്നുള്ളതിൻ്റെയോ അത് എലി എന്നാണ് വരുന്നത് അല്ലേ. അവ രണ്ടിൻ്റെയും മുളാരിഅ വരുന്നത് യഫ്ഇലു എന്നുള്ള വസനിലാണ്. ഓക്കെ, എന്നാൽ വജിയ യൗജ എന്നുള്ളിടത്ത് അവിടുത്തെ മുസ്തഖ്ബിൽ വരുന്നത് യഫ്അലു എന്നുള്ള വസനിലാണ് അല്ലേ. യഫ്അലു എന്നുള്ള വസനിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വജിയ യൗജ എന്നുള്ളതിൻ്റെ അംറെടുക്കുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഒന്ന് നോക്കാം. അപ്പോൾ വജിയ യൗജ എന്നുള്ളതിൻ്റെ അംറ് വരുന്നത് ഈജ എന്നുള്ള രൂപത്തിലാണ്. ഓക്കെ, അതിൻ്റെ അസ്ല് യൗജ എന്നായിരിക്കും. യൗജ എന്നായിരിക്കും അതിൻ്റെ അസ്ല് വരുന്നത്. എന്നാൽ അതിൻ്റെ വാവ് മാറ്റിയിട്ട് നമ്മൾ യാ ആക്കിയിട്ട് മാറ്റും. കാരണം അതിന് മുമ്പുള്ള ഹംസിന് കസ്റാണല്ലോ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈജ, ഈജയ, ഈജൗ, ഈജൈ, ഈജയ, ഈജൈന എന്നുള്ള രൂപത്തിലാണ് അതിനെ നമ്മൾ സർഫാക്കേണ്ടത്. ഓക്കെ, ഏതായാലും അതിൻ്റെ നിയമങ്ങൾ അതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. ഒന്ന് നോക്കുക.
ഫയസീറുൽ അംറു മിൻ വസ്നി യഫ്ഇലു ബികസ്രിൽ ഐനി. ഓക്കെ, ഐനിന് കസ്ർ നൽകിക്കൊണ്ട് യഫ്ഇലു എന്നുള്ള വസ്നിൽ വന്നിട്ടുള്ള ഫിഅലുകളുടെ അംറാകും. മിനൽ ലഫീഫിൽ മഫ്റൂഖി, ലഫീഫിൽ മഫ്റൂഖിൽ നിന്നുള്ള, അതായത് യഖി എന്ന് പോലോത്ത, യലി എന്ന് പോലോത്ത ഫിഅലുകളുടെ അംറാകും അലാ ഹർഫിൻ വാഹിദിൻ, അത് ഒരൊറ്റ ഹർഫിൻ്റെ മേലിൽ തന്നെയായിരിക്കും. വഹുവ ഐനുൽ ഫിഅലി, ആ ഒരു അക്ഷരം എന്ന് പറഞ്ഞാൽ ഐന് ഫിഅലായിരിക്കും. അതായത് വഖ എന്നുള്ളിടത്ത് ഐന് ഫിഅല് ഖാഫാണ്, വലിയ അല്ലെങ്കിൽ വല എന്നുള്ളിടത്തൊക്കെയുള്ള ഐന് ഫിഅല് ലാമാണ്. അതേ ഐന് ഫിഅൽ മാത്രമേ അതിൻ്റെ അംറിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. ഖി എന്ന് മാത്രമേ, ലി എന്ന് മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള ഫിഅലുകളിലെ അംറിൽ ഹാളിറിൽ ഉപയോഗിക്കുകയുള്ളൂ എന്നർത്ഥം. ഓക്കെ, കാരണം എന്താ? ലി അന്നൽ ഫാഅ ഹുദിഫത്ത് അവ്വലൻ, കാരണം അവിടെയുള്ള ഫാഇനെ നമ്മൾ ആദ്യം തന്നെ കളഞ്ഞിട്ടുണ്ട് അല്ലേ. യഖി എന്നുള്ളിടത്തും യലി എന്നുള്ളിടത്തും ഫാ ഫിഅലായിട്ടുള്ള വാവിനെ നമ്മൾ നേരത്തെ തന്നെ കളഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് ലി അന്നൽ ഫാഅ, കാരണം അവിടുത്തെ ഫാ ഫിഅല് ഹുദിഫത്ത് അവ്വലൻ, അത് ആദ്യം തന്നെ കളയപ്പെട്ടിട്ടുണ്ട്. ഇനി ഹർഫുൽ മുളാറഅത്തി, ഇനി മുളാറഅത്തിൻ്റെ ഹർഫ്, അതായത് യഖി എന്നുള്ളിടത്ത് മുളാറഅത്തിൻ്റെ ഹർഫ് എന്താണ്? അത് യാ ആണ്. അത് എന്താണ് ആയത്? ഹർഫുൽ മുളാറഅത്തി ഹുദിഫ ലിൽ അംരി. ഓക്കെ, അത് അംറിന് വേണ്ടിയിട്ട് കളയപ്പെട്ടതാണ്. നമുക്കറിയാം ഏതൊരു മുളാറിയായിട്ടുള്ള ഫിഅലിനെയും അംറാക്കി മാറ്റുകയാണ് എങ്കിൽ അവിടുത്തെ ഹർഫുൽ മുളാറഅത്തിനെ കളയേണ്ടി വരും. അങ്ങനെയാണ് യഖി എന്നുള്ളിടത്തെ യാവും കളയപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഹുദിഫത്ത് ലാമുൽ ഫിഅലി അയ്ളൻ, പിന്നെ അവസാനമുള്ള ആ ഖാഫിന് ശേഷമുള്ള ലാമു ഫിഅലായിട്ടുള്ള യാവും കളയപ്പെട്ടു. അതെന്തുകൊണ്ടാണ്? അലാമത്തൽ ലിൽ ജസ്മി. ഓക്കെ, അത് ജസ്മിനുള്ള അലാമത്തായിട്ടാണ്. ലിൽ ബിനാഇ അല സുക്കൂനി, സുക്കൂനിൻ്റെ മേൽ മബ്നിയാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്നതാണ് ഒരു അംറ് ഫിഅല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനം അത് ജസ്മ് എന്തുകൊണ്ടാണോ ആകുന്നത് അതിൻ്റെ മേൽ മബ്നിയായിരിക്കും അല്ലേ. പിന്നെയും നമുക്കറിയാം അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ വന്നിട്ടുള്ള ഫിഅലുകളിലെ ജസ്മ് വരുന്നത് ആ ഇല്ലത്തിൻ്റെ അക്ഷരം കളഞ്ഞുകൊണ്ടായിരിക്കും. അപ്പോൾ യഖി എന്നുള്ളിടത്ത് അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരമാണ്, അപ്പോൾ അതിന് ജസ്മ് ലഭിക്കാനായി യാ എന്ന് നമ്മൾ കളയേണ്ടി വരും. അങ്ങനെയാണ് യഖി എന്നുള്ള മുളാരിഅ ഖി എന്നുള്ള ഒറ്റ ഹർഫായിട്ട് അവിടുത്തെ ലാമു ഫിഅല് മാത്രമായിട്ട് അംറ് ആയിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഫയബ്ഖൽ ഐനു ഫഖത്ത്, അപ്പോൾ ഫാ ഫിഅലിനെ നമ്മൾ ആദ്യം തന്നെ കളഞ്ഞിട്ടുണ്ട്. മുളാറഅത്തിൻ്റെ ഹർഫിനെ അംറിന് വേണ്ടിയിട്ട് കളഞ്ഞു, പിന്നെ ജസ്മ ലഭിക്കാൻ വേണ്ടിയിട്ട് ലാമു ഫിഅലും കളഞ്ഞു, പിന്നെ ഫയബ്ഖൽ ഐനു ഫഖത്ത്, പിന്നീട് അവിടെ ഐന് ഫിഅല് മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, എന്നാൽ വയൽസമുഹു, ഈ അതിനിക്ക് നിർബന്ധമാണ് ലുഹൂഖുൽ ഹാഇ, ഹാ അതിനോട് ചേരൽ നിർബന്ധമാണ്. ഹാലത്തുൽ വഖഫി, അത് വഖഫിൻ്റെ അവസരത്തിൽ, അപ്പോൾ അതിന് നമ്മൾ വഖഫ് ചെയ്യുകയാണ് എങ്കിൽ അവിടെ നമ്മൾ ഹാ കൂടി ചേർത്തി കൊടുക്കൽ നിർബന്ധമാണ്. ഫതസീറുൽ അംറു, അപ്പോൾ അവിടെയുള്ള അംറ് ആയിത്തീരുന്നതാണ് മിസ്ല അയ്യാഉ അയ്യാഈന. ഓക്കെ, വഅയഇ എന്നുള്ള ഫിഅലിൻ്റെ അംറ് വരുന്നത് എന്നുള്ള രൂപത്തിലാണ്. ഓക്കെ, അതിനെ ഒന്ന് സർഫാക്കിയതാണ് അവിടെ നൽകിയിട്ടുള്ളത്. അയ്യാഉ അയ്യാഈന എന്നുള്ള രൂപത്തിലാണ് അതിന് നമ്മൾ സർഫാക്കേണ്ടത്. ഓക്കെ, ഏതായാലും അംറ് ഹാദിറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് നഹി ഹാദിറിനെ കുറിച്ചാണ്. അതായത് നീ ഒരു പുരുഷൻ ചെയ്യരുത് എന്നുള്ള അർത്ഥത്തിലുള്ള ഫിഅലുകളെ എങ്ങനെയാണ് ഈ ലഫീഫ് മഫ്റൂഖിൽ നിന്നും ഉണ്ടാക്കുന്നത് എന്നാണ് ഇനി അടുത്തത് പഠിക്കാനുള്ളത്. ഓക്കെ, തസ്രീഫുൻ നഹിയിൽ ഹാദിരി മിൻഹു, ലഫീഫ് മഫ്റൂഖിൽ നിന്നുള്ള നഹി ഹാദിർ സർഫാക്കുന്നതാണ് ഇനി പഠിക്കുന്നത്. ആദ്യമായിട്ട് വഖ എന്നുള്ള ഫിഅലിൻ്റെ നഹി ഹാദിർ വരുന്നത് ലാ തഖി എന്നുള്ള രൂപത്തിലാണ്. നീ ഒരു പുരുഷൻ സംരക്ഷിക്കരുത് എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. ഓക്കെ, അതിനൊന്ന് സർഫാക്കി നോക്കാം. ലാ തഖി ലാ തഖിയാ ലാ തഖു ലാ തഖി ലാ തഖിയാ ലാ തഖീന. ഓക്കെ, ലാ തഖി നീ ഒരു പുരുഷൻ സംരക്ഷിക്കരുത്, ലാ തഖിയാ നിങ്ങൾ രണ്ട് പുരുഷന്മാർ സംരക്ഷിക്കരുത്, ലാ തഖു നിങ്ങൾ പല പുരുഷന്മാർ സംരക്ഷിക്കരുത്. ലാ തഖി എന്ന് പറഞ്ഞാലോ നീ ഒരു സ്ത്രീ സംരക്ഷിക്കരുത്, ലാ തഖിയാ നിങ്ങൾ രണ്ട് സ്ത്രീകൾ സംരക്ഷിക്കരുത്, ലാ തഖീന നിങ്ങൾ പല സ്ത്രീകൾ സംരക്ഷിക്കരുത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണിത് വരുന്നത്. ഈ രൂപത്തിൽ തന്നെയാണ് ഇനി അടുത്തതായിട്ട് ലാ തലി എന്നുള്ള ഫിഅലും നമ്മൾ സർഫാക്കുന്നത്. ഓക്കെ, അപ്പോൾ വലാ യലി എന്നുള്ള രൂപത്തിൽ വന്നിട്ടുള്ള ഫിഅലിനെ സർഫാക്കുന്ന അതിൻ്റെ നഹിയെ ഹാദിർ സർഫാക്കുന്ന രൂപമാണ് അടുത്തതുള്ളത്. ഒന്ന് നോക്കുക. ലാ തലി ലാ തലിയ ലാ തലു ലാ തലി ലാ തലിയ ലാ തലീന. ഓക്കെ, ഇനി അടുത്തത് വജിയ യൗജ എന്നുള്ള ഫിഅലിൽ നിന്നുള്ള
നെഹ്യ ഹാദിറാണ് സർഫാക്കുന്നത്. ഒന്ന് നോക്കാം. ലാ തൗജ ലാ തൗജയാ ലാ തൗജൗ ലാ തൗജൈ ലാ തൗജയാ ലാ തൗജൈന. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച ലാ തഖി ലാ തലി എന്നുള്ളത് പോലെയല്ല, ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാം. അതിനുള്ള കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ലാ തഖി എന്നുള്ളിടത്ത് വഖ എന്നുള്ള ഫിഅലും വല എന്നുള്ള ഫിഅലും അവ രണ്ടിൻ്റെയും മുസ്തഖ്ബിൽ വരുന്നത് യഫ്ഇലു എന്നുള്ള രൂപത്തിലാണ്. അതുകൊണ്ടാണ് അവ രണ്ടും സെയിമായിട്ട് തോന്നുന്നത്. വജിയ യൗജ എന്നുള്ള ഫിഅല് അവിടുത്തെ മുളാരിഅ യഫ്അലു എന്നുള്ള വസനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നെഹ്യിലും അത്തരത്തിലുള്ള മാറ്റം നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെയാണ് വജിയ യൗജ എന്നുള്ളതിൻ്റെ നെഹ്യ് ഹാദിർ ലാ തൗജ എന്നായിട്ട് മാറിയത്. ഓക്കെ, ലാ തൗജ ലാ തൗജയാ ലാ തൗജൗ ലാ തൗജൈ ലാ തൗജയാ ലാ തൗജൈന. ഓക്കെ, ഏതായാലും നമുക്കതിൻ്റെ നിയമങ്ങളിലേക്കൊന്ന് കടക്കാം. തസ്രീഫുൽ അംരി വൻ നഹ്യി മിൻ വസ്നി യഫ്അലു ബി ഫത്ഹിൽ ഐനി. ഓക്കെ, ഐനിന് ഫത്ഹ് നൽകിക്കൊണ്ടുള്ള, അതായത് യഫ്അലു എന്നുള്ള വസനിൽ നിന്നുള്ള അംറും നെഹിയും സർഫാക്കുന്നത് യകൂനു കൽ അംരി വൻ നഹ്യി മിൻ യർള. അത് യർള എന്നുള്ള ഫിഅലിൻ്റെ അംറിനെ പോലെയും നെഹിയനെ പോലെയും ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ യർള എന്നുള്ള ഫിഅലിൽ നാഖിസായിട്ടുള്ള രൂപത്തിൽ നമ്മൾ പഠിച്ച നിയമങ്ങൾ എന്തൊക്കെയാണോ അതേ നിയമങ്ങൾ തന്നെയാണ് അംറുണ്ടാക്കുമ്പോഴും നെഹി ഉണ്ടാക്കുമ്പോഴും യഫ്അലു എന്ന വസനിൽ വന്നിട്ടുള്ള ലഫീഫ് മഫ്റൂഖ് ആയിട്ടുള്ള ഫിഅലുകളിൽ നമ്മൾ പരിഗണിക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് തസ്രീഫു നഹി മിൻ വസ്നി യഫ്ഇലു ബി കസ്രിൽ ഐനി. ഓക്കെ, ഐനിന് കസ്ര നൽകിക്കൊണ്ട് യഫ്ഇലു എന്നുള്ള വസ്നിൽ നിന്നും വന്നിട്ടുള്ള ലഫീഫ് മഫ്റൂഖ് ആയിട്ടുള്ള ഫിഅലുകളിലെ നഹി സർഫാക്കുന്നത് മിസ്ല. അത് ഏതുപോലെയാണ്? ലാ തഇ ലാ തഇയാ ലാ തഉ ലാ തഇ ലാ തഇയാ ലാ തഈന എന്നുള്ള രൂപത്തിലാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ലാ തഖി ലാ തലി എന്ന് പഠിച്ചതുപോലെ തന്നെ ലാ തഇ ലാ തഇയാ ലാ ലാ തഈ ലാ തഈ ലാ തഇയ ലാ തഈന എന്നുള്ള അതേ രൂപത്തിൽ തന്നെയാണ് നമ്മളതിനെ സർഫാക്കേണ്ടത്. വഅ എന്നുള്ള ഫിഅലിൻ്റെ മുസ്തഖ്ബിൽ യഈ എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. വഅ എന്നുള്ള ഫിഅൽ നമുക്കറിയാം, അത് ലഫീഫ് മഫ്റൂഖാണ്. അതിൻ്റെ മുസ്തഖ്ബിൽ വരുന്നത് മുളാരിഅ വരുന്നത് അത് യഫ്ഇലു എന്നുള്ള വസനിനാണ്. അതുകൊണ്ട് തന്നെ ലാ തഈ എന്നുള്ള രൂപത്തിലാണ് അതിനെ നമ്മൾ സർഫാക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ.